സ്ലെൻഡർ മാൻ. 1996 കഥയാണിത്. 4 നല്ല കൂട്ടുകാരുണ്ടായിരുന്നു. ഊട്ടക്, റോസി, ജോസഫ്, പിന്നെ മേരി. 4 പേരും കോളേജിൽ ഒന്നിച്ചു പഠിച്ചിരുന്നു. 4 പേരുടെയും കോളേജ് ജീവിതം വളരെ സന്തോഷത്തിലായിരുന്നു. 4 പേരും എപ്പോഴും ഒരുമിച്ച് സന്തോഷത്തോടെയാണ് കഴിച്ചിരുന്നതും. 4 പേർക്കും ഒരിക്കലും അഞ്ചാമതൊരാളുടെ ആവശ്യം വന്നിട്ടില്ല. നിനക്ക് നിന്റെ ജീവിതത്തിൽ ആരെയും കിട്ടാൻ പോകുന്നില്ല. കുഴപ്പമില്ലാന്നേ, ഞാൻ നിന്നെ തന്നെ അങ്ങ് കല്യാണം കഴിച്ചോളാം. ഗോഡ്, ഐ കാൻറ്റ് ബിലീവ് മേരി, നിനക്ക് കഴുതയെ പോലൊരു പേരിനെ കിട്ടുമെന്ന്. കോളേജിൽ വിന്റർ വെക്കേഷൻ അനൗൺസ് ചെയ്തു. 4 ഫ്രണ്ട്സും കാടിനുള്ളിൽ ഉല്ലാസയാത്ര പോകാനും തീരുമാനിച്ചു. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഓപ്പൺ ജീപ്പ് അങ്ങ് എടുത്തോണ്ട് വരാം, നമുക്കതിൽ എൻജോയ് ചെയ്യാം. അയ്യോ, ഞാൻ ഏത് ഡ്രസ് ഇടണമെന്ന് ആലോചിക്കുക. എടാ, നീ ഇവളോടൊന്ന് പറ, അവിടെ പോകുമ്പോൾ നല്ല ഡ്രസ്സൊന്നും ഇടണ്ടാന്ന്. നമ്മൾ പോകുന്നത് ഒരു കാടിനുള്ളിലേക്കാ, അല്ലാതെ ക്ലബിനുള്ളിലേക്കല്ല. അതൊന്നും എനിക്കറിയില്ല. നീ വലിയൊരു ക്യാമറ കൊണ്ടുവാ, എന്റെ ഒരുപാട് ഫോട്ടോ എടുത്തു തരണം. പറഞ്ഞത് കേട്ടോ? ഒരു ഓപ്പൺ ജീപ്പും എടുത്തുകൊണ്ട് അവർ 4 പേരും അടുത്തുള്ള കാട് ചുറ്റിക്കാണാനായി പോയി. എടാ, ഇവിടെ നോക്കടാ, ഈ സ്ഥലം എന്ത് മനോഹരമാ. ജോസഫ്, നീ വണ്ടി ഒന്ന് നിർത്തിക്കേ, നമുക്കിവിടെ ഒന്ന് കറങ്ങിയിട്ട് പോകാം. ശരി. 4 പേരും കാട് ചുറ്റിക്കാണാനായി പോയപ്പോൾ ആ കാട് കുറച്ചായി ആഴത്തിൽ തിങ്ങി നിറഞ്ഞ കാടായി മാറി. എടാ, ഈ കാടെന്ത് ഭംഗിയാ! എന്താ നോക്കുന്നേ? ക്യാമറ എടുക്ക്, ആദ്യം എന്റെ കുറെ ഫോട്ടോസ് എടുക്ക്. അങ്ങനെയോ? എനിക്ക് വേറെ ജോലിയില്ലേ? നിന്റെ ഫോട്ടോ മാത്രം എടുത്താൽ മതിയോ? പിന്നെ 4 പേരും കാട് സന്തോഷത്തോടെ ചുറ്റിക്കണ്ടു. അപ്പോൾ റോസി നോട്ടീസ് ചെയ്തു മേരി പുറകിൽ അകപ്പെട്ടുവെന്ന്. കണ്ണെത്തുന്ന ദൂരം വരെ അവളെ കാണാനില്ല. എടാ ഓട്ടക്, മേരി എവിടെ പോയി? നിന്റെ കൂടെയാണല്ലോ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. അയ്യോ അതെ, അവളെവിടെ പോയി? എന്റെ കൂടെ എന്റെ പിന്നാലെ ഉണ്ടായിരുന്നല്ലോ. അവളുടെ എത്ര ഫോട്ടോ ഞാൻ എടുത്തെന്നറിയാമോ? അതെയോ? ക്യാമറ കാണിച്ചേ. റോസി ശ്രദ്ധിച്ച് ആ ഫോട്ടോകളെല്ലാം നോക്കി. മേരി എടുത്ത ഫോട്ടോസിലെല്ലാം വളരെ സുന്ദരിയായി കാണപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് അവളുടെ ഫോട്ടോസിൽ ഒരു ഉയരമുള്ള ആളിനെ കാണാൻ സാധിച്ചു. അവൻ ഇട്ടിരുന്നത് കറുത്ത കളർ പാൻസ് ആണ്. അവന് മുഖമേ ഇല്ല. അവൻ പതുക്കെ മേരിയുടെ അടുത്തേക്കും വന്നുകൊണ്ടിരുന്നു. റോസി അലറാൻ തുടങ്ങി. ഊട്ടക്, ജോസഫ്, വന്നീ ഫോട്ടോസ് ഒക്കെ നോക്കിക്കേ. അവർ 3 പേരും ആ ഫോട്ടോസ് ശ്രദ്ധിച്ചു നോക്കി. അവർ ഒരുപാട് അത്ഭുതപ്പെട്ടു. അവൻ കറുത്ത കളറിലെ ഷൂ ഇട്ടിരുന്നു. അവന്റെ കൈകൾ സ്പൈഡറിന്റെ കൈകൾ പോലെയുണ്ടായിരുന്നു. അവൻ പതുക്കെ മേരിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ മേരി പെട്ടെന്ന് കുറച്ചു നേരത്തിനുള്ളിൽ മാഞ്ഞുപോയി. ഓ മൈ ഗോഡ്, എന്താ ഇവിടെ നടക്കുന്നേ? മേരി എവിടെ? അയ്യോ, ചിന്തിച്ചു നോക്കാനൊന്നും സമയമില്ല. നമുക്ക് ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും ഓടി പോകാം. അപ്പോൾ മേരി, ഞാൻ പറയുന്നത് കേക്ക്, നമുക്ക് ഇവിടുന്ന് ഓടാം. മേരിയെ പിന്നെ അന്വേഷിക്കാം. അവർ 3 പേരും അവിടെ നിന്ന് വേഗത്തിൽ ഓടാൻ തുടങ്ങി. അപ്പോൾ വഴിയിൽ മേരിയെ കണ്ടു. അവളുടെ കണ്ണു മുഴുവൻ ചുമപ്പായി മാറിയിരുന്നു. അതുപോലെ അവളുടെ ദേഹത്തു നിന്നും വള്ളികളും തൂങ്ങിക്കിടന്നിരുന്നു. അവൾ വളരെ ശബ്ദത്തിൽ ചിരിക്കാനും തുടങ്ങി. എന്നെ തനിച്ചാക്കി ഓടാൻ നോക്കുന്നു. മേരി അവളുടെ വായ തുറന്നതും അവളുടെ വായിൽ നിന്നും കറുപ്പായി എന്തോ വന്നുകൊണ്ടിരുന്നു. ആ കറുകറുത്ത നിറത്തിലുള്ള ദ്രവം കുറച്ചു നേരത്തിനുള്ളിൽ ഒരു നീളമുള്ള മനുഷ്യനായി പൊങ്ങി വന്നു. അപ്പോൾ അവിടെ ഒരു ഭയങ്കരമായ രൂപം കാണാൻ പറ്റി. അതിന്റെ മുഖം വളരെ വലുതായി മുഴുവൻ വെള്ളയായി കാണാൻ പറ്റി. അതിന്റെ ദേഹത്തെ വള്ളികൾ പറക്കാൻ തുടങ്ങി. അതിന്റെ മുഖത്ത് കണ്ണ്, മൂക്ക്, വായ ഇതൊന്നുമില്ല. മുഴുവൻ ബ്ലാങ്ക് ആയിരുന്നു. എല്ലാവരും പേടിച്ച് പിന്നിലേക്ക് നടന്നു. ഇത്തവണ അയാൾ ജോസഫിന് നേരെ നടന്നു വന്നു. ഉടനെ അവന്റെ കണ്ണും ചുമപ്പായി മാറി. ജോസഫ്, വാ, നമുക്ക് ഇവിടെ നിന്ന് പോകാം, അല്ലെങ്കിൽ അത് നമ്മളെയും പിടിക്കും. റോസി ഓടിക്കൊണ്ടേ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ജോസഫ് പിന്നെ മേരി ആ നീളമുള്ള മനുഷ്യന്റെ കൂടെ ദൂരേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നു. ഗോഡ് വിൽ നെവർ ഫോർഗിവ് മീ. 2 പേരും അവിടെ നിന്ന് വളരെ വേഗത്തിലോടി. അവർ 2ഉം ജീപ്പിലിരുന്ന് പോലീസ് സ്റ്റേഷനിലേക്കും പോയി. അതിനുശേഷം അവർ പോലീസിനോട് നടന്നതെല്ലാം പറഞ്ഞു. ശരി, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സാധാരണപ്പെട്ട ആത്മാവല്ല, അത് സെലണ്ടർമാനാണ്.
ഇതിനെക്കുറിച്ച് ധാരാളം കംപ്ലൈൻസും വന്നിട്ടുണ്ട്. ഇതൊരു സൂപ്പർ നാച്ചുറൽ പവറാണ്. ഞങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. സ്ലെൻഡർമാൻ? അതെ, സെലണ്ടർമാൻ. അത് എപ്പോഴും യങ്സ്റ്റേഴ്സിനെ മാത്രം കൊണ്ടുപോകും. അതിനെ കണ്ട് എല്ലാവരും പേടിക്കും. നിങ്ങൾ ആ കാട്ടിലേക്ക് പോകരുതായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ കോളേജിലും പാരന്റ്സിനുമൊക്കെ ഇൻഫോം ചെയ്തേ പറ്റൂ. രണ്ടുപേരും കോളേജിലേക്ക് തിരിച്ചെത്തി. റോസി മെന്റലി ഡിസ്റ്റർബുമായിരുന്നു. അവളുടെ മനസ്സിൽ നിന്നും സ്ലെൻഡർമാനോടുള്ള പേടി പോയതേയില്ല. ഓട്ടക്കും അവളെ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവൾ കുറച്ചുപോലും ശരിയായില്ല. ഉടനെ പ്രിൻസിപ്പൽ അവളുടെ പേരൻസിനെ വിളിച്ചു വരുത്തി. ലിസൺ, താങ്കളുടെ മകൾക്ക് എന്തോ മനഭ്രാന്തി വന്നിട്ടുണ്ട്. ആ പെൺകുട്ടി ഏതെങ്കിലും ചർച്ചിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഭ്രാന്തിയായി മാറും. ഓക്കെ സാർ. റോസിയുടെ പേരൻസ് അവളെ ഒരു ചർച്ചിലേക്ക് കൊണ്ടുപോയി. ആ ഫാദർ അവളുടെ തലയിൽ കൈവച്ചു പറഞ്ഞു, എന്തു പറ്റി എന്റെ മോക്ക്? അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ കുറച്ച് മനഭ്രാന്തി ഏറ്റിട്ടുണ്ട്. ഇവൾ അവിടെ സ്ലെൻഡർമാനെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവളെ ഭേദമാക്കാൻ പാടാണ്. ആ സ്ലെൻഡർമാൻ, അവൻ ആരാ? സ്ലെൻഡർമാൻ ആരെന്നാൽ അവൻ എപ്പോഴും യങ്സ്റ്റേഴ്സിനെ മാത്രമേ കൊണ്ടുപോകൂ. പല വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണിത്. സൈമൺ എന്നൊരു ചെറിയ പയ്യൻ അവന്റെ അച്ഛനും അമ്മയോടൊപ്പം ജീവിച്ചിരുന്നു. അവൻ മറ്റു കുട്ടികളെ പോലെയായിരുന്നില്ല. അവൻ മറ്റുള്ള കുട്ടികളുമായി കളിക്കുന്നത് ഉപേക്ഷിച്ച് കാട്ടിനുള്ളിലേക്ക് പോയി അവൻ തനിയെ കളിക്കുമായിരുന്നു. സൈമൺ, തനിച്ച് കാട്ടിലേക്ക് വന്നാൽ നീ മരിച്ചു പോകും. എത്ര തവണ പറയണം നിന്നോട്? ഒരു ദിവസം സൈമൺ കാടിനുള്ളിൽ പോയി കളിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അവന്റെ വീട് പൂർണ്ണമായും കത്തിയിരുന്നു. അതുപോലെ ആ വീടിനുള്ളിൽ അവന്റെ പേരൻസും കത്തിച്ചാമ്പലായി. സൈമൺ കരഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം പോയി. അവൻ കാടിന് ഉൾവശത്ത് പോയിരുന്നു. God, I will never forgive you. നീ എന്റെ കയ്യിൽ നിന്നും എന്റെ അച്ഛനും അമ്മയും തിരിച്ചെടുത്തു. അപ്പോൾ ദൂരെ അവിടെ ഒരു മുത്തശ്ശി അവന്റെ കണ്ണിൽ പെട്ടു. അവർ കാട്ടിലുള്ള ഒരു ചെറിയ വീട്ടിലാണുള്ളത്. സൈമൺ അവരുടെ അടുത്തേക്ക് പോയി. അവർ സൈമണെ ദത്തെടുത്തു. അതിൽ പിന്നെ സൈമണും അവരെ മുത്തശ്ശി എന്നും വിളിക്കാൻ തുടങ്ങി. മുത്തശ്ശിക്കൊരു കൊച്ചുമകളും ഉണ്ടായിരുന്നു, ആഞ്ചലീന. നീ എന്റെ ഫ്രണ്ടാകുമോ സൈമൺ? Why not, Angelina? അതിനുശേഷം രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയി മാറി. അതിനുശേഷം അവർ വളർന്നതും തമ്മിൽ ഇഷ്ടപ്പെടാനും തുടങ്ങി. കുറച്ചു നാളുകൾക്കുള്ളിൽ മുത്തശ്ശി മരിച്ചു. ആഞ്ചലീന അതോർത്ത് ഒരുപാട് വിഷമിച്ചു. വിഷമിക്കണ്ട ആഞ്ചലീന, നീ തനിച്ചല്ല, നിനക്ക് വേണ്ടി ഞാനില്ലേ. പിന്നെ രണ്ടുപേരും കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. അവർ അവൾക്ക് സ്ലെൻഡ്രീന എന്ന പേരുമിട്ടു. രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു. താങ്ക് യു അഞ്ജലീന, നീ നിന്നെ പോലെ തന്നെ സുന്ദരിയായൊരു പെൺകുഞ്ഞിനെ എനിക്ക് തന്നു. കുറച്ചായി സ്ലെൻഡ്രീനയും വളർന്നു വന്നു. 3 പേരും അവിടെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം സൈമൺ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവൻ കണ്ടു ആഞ്ചലീനയും സ്ലെൻഡ്രീനയും ചോരയൊലിച്ച് വീടിന് മുൻപിൽ കിടക്കുന്നു. അവൻ ഇത് കണ്ട് ഒരുപാട് വിഷമിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവൻ വേഗത്തിൽ വീട്ടിലേക്ക് പോയി. കുറച്ചു നേരത്തിൽ അവൻ അലയ്ക്കുന്ന ശബ്ദം കേട്ടു. ഏഞ്ചലീനയും സ്ലെൻഡ്രീനയും വേഗത്തിൽ വീടിനുള്ളിലേക്ക് ഓടി. അവർ രണ്ടുപേരും സൈമന്റെ അടുത്ത് മരിച്ചതായി അഭിനയിക്കുകയായിരുന്നു. അവർ കിച്ചന്റെ അടുത്ത് വന്നപ്പോൾ കണ്ടു സൈമൺ കത്തിയെടുത്ത് അവനെ തന്നെ കുത്തിക്കൊണ്ടിരുന്നു. സൈമൺ, നീ ഇതെന്തായി ചെയ്തത്? ഞാൻ വെറുതെ കളിച്ചതാ. അച്ഛാ, എന്തിനാ ഇങ്ങനെ ചെയ്തത്? സൈമൺ മരിച്ചുപോയി. ഒരു കറുത്ത നിഴൽ അവന്റെ മേലെ വന്നു വീണു. അപ്പോൾ പെട്ടെന്ന് സൈമൺ നീളം വെച്ചു തുടങ്ങി. അവന് 4 വശവും വള്ളികൾ വരാൻ തുടങ്ങി. പിന്നെ അവന്റെ മുഖത്തു നിന്നും കണ്ണ്, കാത്, മൂക്ക്, വായ ഓരോന്നായി മറയാൻ തുടങ്ങി. കുറച്ചു നേരത്തിനുള്ളിൽ അവന്റെ മുഖം ഫുൾ ബ്ലാങ്കായി മാറി. മുഴുവനും വെളുത്ത് വലുതായി. അവന്റെ നീളവും 2 മടങ്ങായി. അവൻ 2 പേരെയും കൂടെ കൊണ്ടുപോകാനായി നോക്കി. ആഞ്ചലീന വെളിയിൽ വന്ന സ്ലെൻഡ്രീനയോട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാനും പറഞ്ഞു. ഓടിക്കോ മോളെ, ഓടിക്കോ. ഇനി മുതൽ നിനക്കിവിടെ ആരുമില്ല. എന്നാൽ അമ്മയ്ക്കും വന്നുകൂടെ? ആ, ഞാനും വരാം. എന്നാൽ നീ തിരിഞ്ഞു നോക്കാതെ ആദ്യം ഇവിടെ നിന്നും ഓട്. ആഞ്ചലീനയാൽ ഒരുപാട് ദൂരം ഓടാൻ പറ്റിയില്ല. അവളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ സൈമൺ അവളെ അവന്റെ കറുത്ത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്നു മുതൽ ആ രൂപത്തിനെ സ്ലെൻഡർമാൻ എന്ന് വിളിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ വരെയും ആ സ്ലെൻഡർമാൻ തന്റെ കാണാതെ പോയ കുഞ്ഞിനെ ആ കാടിനുള്ളിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു.
അതുകൊണ്ടാണ് കാടിനുള്ളിലേക്ക് യങ്സ്റ്റേഴ്സ് പോയാൽ സ്ലെൻഡർമാൻ കൊണ്ടുപോകുന്നത്. എന്നാൽ ഫാദർ, ഞങ്ങളുടെ മകൾക്ക് ഭേദമാകില്ലേ? ഭേദമാകും, വിഷമിക്കണ്ട. ജീസസ് കൂടെയുണ്ട്. അതുപോലെ ഇവളെ രാത്രി തനിച്ചെങ്ങും വെളിയിൽ വിടരുത്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇവളെ നോക്കണം. അതുപോലെ ഈ മാന്ത്രിക ക്രോസും അവളുടെ കഴുത്തിലിടൂ. റോസ്ലിന്റെ അച്ഛനും അമ്മയും അവൾക്ക് അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്തു. എന്നാൽ അവൾ ഒരു ഭ്രാന്തിയെ പോലെ ഇരുന്നു. അവളുടെ മനസ്സിൽ നിന്നും സ്ലെൻഡർമാനെ പറ്റിയുള്ള പേടി പോയതേയില്ല. എപ്പോഴും അവന്റെ നീളമുള്ള ആ മുഖം, അവന്റെ ദേഹത്തു നിന്നും വരുന്ന വള്ളികളും ഓർമ്മ വന്നുകൊണ്ടേയിരുന്നു. എപ്പോൾ ഓർമ്മ വരുന്നു, അവൾ അലറിക്കൊണ്ടേയിരുന്നു. അവളുടെ മുറിയിൽ വളരെ ഒച്ചത്തിൽ അലറിക്കൊണ്ടേയിരുന്നു.